അഹാനിയുടെ കുടുംബകാര്യങ്ങൾ അഹാനയും അഹാനയുടെ ഫാമിലിയിലുള്ളവരും തന്നെയാണ് എടുത്ത് പുറത്തിട്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ തൻവി ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഞങ്ങൾ എല്ലാവരും കണ്ടു. പക്ഷേ തൻവി ഇട്ട വീഡിയോയിൽ ഞങ്ങളെപ്പറ്റി ആരെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഹിൻ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കുറേ ആൾക്കാർ നിങ്ങളെ വിമർശിച്ചു. നിങ്ങൾ ആ ചൂണ്ടയിൽ വീണു. ആ ചൂണ്ടയിൽ നിങ്ങൾ നല്ല അസലായിട്ടങ്ങ് കൊത്തി. ശരിയല്ലേ? ഇപ്പോൾ അഹാന വന്ന് സ്റ്റോറി ആയിട്ടും പോസ്റ്റായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്താണ് ന്യായം, അമ്മമ്മയുടെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്, പുറത്തു വിടടോ, നിങ്ങളെടുത്ത് പുറത്തു വിട്. അഹാനിക്ക് നാണമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. നാണമില്ലാഞ്ഞിട്ടാണോ ആല് വളരുന്നത് എടുത്തിട്ട് തണലാക്കുന്നതാണോ എന്ന് അറിഞ്ഞൂടാ. കാരണം മനഃപൂർവ്വം കഴിഞ്ഞു പോയൊരു കോൺട്രവേഴ്സിനെ വീണ്ടും ഇങ്ങനെ കുത്തിപ്പൊക്കി പിന്നെ ഫസ്റ്റ്, അതായത് എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ നിരയിലേക്ക് തള്ളിക്കയറി വരിക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, ചൊറി മാന്തി പുണ്ണാക്കുക എന്നൊക്കെ പറയും. ഇതല്ല. ഇത് നിങ്ങൾ മനഃപൂർവ്വം കോൺട്രവേഴ്സി ഉണ്ടാക്കി നിങ്ങളെ പറ്റി മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിച്ച് നിങ്ങൾ റീച്ചാക്കി 10 പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതല്ലേ? അത് തന്നെയാണ് അഹാന. അഹാന ഒരുപാട് കിടന്ന് തുള്ളുമ്പം ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഇതെല്ലാവരും ചോറല്ലേ തിന്നുന്നത്. നിങ്ങൾ അഹാന ആയിക്കോട്ടെ, ദിയ ആയിക്കോട്ടെ, മറ്റുള്ള 2 കുട്ടികളെ പറ്റി അത്രയും കാണുന്നില്ല. ദിയ എന്തൊക്കെയാ വന്നിരുന്ന് വിളിച്ച് പറയുന്നത്, എൻ്റെ കുട്ടീനെ ആരും എടുക്കുന്ന ഇഷ്ടമല്ല, അമ്മയെന്ന് വിളിക്കില്ല. ഇതൊക്കെ ബുദ്ധിയും ബോധവും ഇല്ലാഞ്ഞിട്ട് പറയുന്നതാണോ? അല്ലല്ലോ. നിങ്ങൾ മനഃപൂർവ്വം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പറയുന്നില്ലേ. മന്ദബുദ്ധിയൊന്നും അല്ലല്ലോ അഹാന. പിന്നെ അഹാനയും അഹാനയുടെ സിസ്റ്ററും കൂടെ പാരൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പിന്നെ ഗ്രാൻഡ് പാരൻസിനെ പറ്റി കുറ്റം പറയാം. ഗ്രാൻഡ് പാരൻസ് പല രീതിയിലാണ്. പ്രായമാവും തോറും ഈ പറഞ്ഞ പോലെ അവർക്ക് ചില ഭ്രാന്ത് കൂടും. അവരെന്തൊക്കെയാ പറഞ്ഞതെന്ന് നിങ്ങൾ പുറത്തോട്ട് പറയും. അത് പറയാൻ എന്താ നിങ്ങൾക്ക് ഇത്ര മടി? അപ്പം അഹാനയുടെ ഈ ഒരു പുതിയൊരു എടുത്തുചാട്ടത്തെ പറ്റിയുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, അഹാനയ്ക്ക് ഇപ്പം പിന്നെയും ഒന്ന് ചാടി കയറി മുന്നിലേക്ക് വരണം, അഹാന റീച്ച് ആവണം. അതൊക്കെ തന്നെ. ഇപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് ചൊറിഞ്ഞാലല്ലേ ആൾക്കാർ അതെടുത്തിട്ട് വീഡിയോ ഇടുള്ളൂ. എന്നിട്ട് അവസാനം വീഡിയോ എടുക്കുന്നവർക്ക് കുറ്റം, കുടുംബകാര്യത്തിൽ ഇടപെട്ടു, എന്തിനാ ഞങ്ങളെ വിറ്റ് കാശാക്കി, അങ്ങനെ കുറേ എണ്ണം വന്ന് കമൻറ്റ് ചെയ്യാൻ. എന്തിനു വന്ന് പബ്ലിക്കായിട്ട് കുടുംബത്തിലിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നു? പറഞ്ഞിട്ടല്ലേ വിറ്റ് കാശാക്കുന്നേ? ഇപ്പം നിങ്ങൾ വന്നിരുന്ന് എന്നെ വിറ്റോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾക്ക് വിറ്റ് കാശാക്കാലോ. ഞങ്ങളും 10 കാശുണ്ടാക്കട്ടോ. പിന്നെ നിങ്ങൾ പറയാത്ത ഒരു കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്ത് പറയാത്ത ഒരു കാര്യങ്ങളും ഞങ്ങൾ ആരും വന്നിരുന്ന് പറഞ്ഞിട്ടില്ല. അതും കൂടെ മനസ്സിലാക്കണം. നിങ്ങൾ വായില്ലാത്ത കോടാലി പറയുന്ന പോലെ എന്തൊക്കെയോ വിളിച്ചു പോയി പറയുന്നു. അത് കേട്ടിട്ട് ഞങ്ങൾ അതെടുത്തിട്ട് അലക്കുന്നു, മീൻസ് വിശകലനം ചെയ്യുന്നു. ഓക്കെ, സോറി, അത്രേ പറഞ്ഞുള്ളൂ. ഓക്കെ.